വിവാഹശേഷമാണ് രാധിക പിന്നണി ഗാനരംഗം വിട്ടത്. രാധിക സുരേഷ് ഗോപി ആകും മുമ്പേ രാധിക ദേവി എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടെ രാധികയിലെ ഗായകിയും ചടങ്ങുകളിൽ മാത്രം പാടുന്ന അവസ്ഥയിലേക്ക് ഒതുങ്ങിയിരുന്നു. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും തിളങ്ങുന്ന താരമാണ് സുരേഷ് ഗോപി. അഭിനയത്തെക്കാൾ ഉപരി രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാമൂഹിക രംഗത്തും സജീവമാണ് അദ്ദേഹം മാത്രമല്ല, താരത്തിന്റെ കുടുംബവും പ്രേക്ഷകരുടെ പ്രിയങ്കരരാണ്. സുരേഷ് ഗോപിയും രാധികയും മലയാള സിനിമയുടെ മാതൃകാ ദമ്പതികളാണ്. രാധികയുടെയും സുരേഷ് ഗോപിയുടെയും പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പ്രായത്തിൽ അല്പം കുറവുള്ള രാധികയുമായി നടന്ന വിവാഹത്തെക്കുറിച്ചും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ ഭാര്യയായി വീട്ടമ്മയായി ഒതുങ്ങിയ രാധിക ദേവി എന്ന പാട്ടുകാരി 25 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് വീണ്ടും സംഗീത രംഗത്തേക്കെത്തുന്നത്. കൂട്ടുകാർക്കൊപ്പമുള്ള വാനമ്പാടി എന്ന ഗ്രൂപ്പും ഭക്തഗാനസുധയുമൊക്കെയായി രാധിക സജീവമാണ്. ഇതിനിടയിൽ ജഗൻ ഷാജി കൈലാസിന്റെ പുതിയ ചിത്രത്തിൽ ഒരു പാട്ടും രാധിക ആലപിച്ചു കഴിഞ്ഞു. 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സംഗീത രംഗത്തേക്ക് എത്തുന്നത്. കൂടുതൽ ഡിവോഷണൽ സോങ്സ് ആണ്. വീട്ടിലും സംഗീതമയമാണ്. ഏട്ടൻ തന്നെയാണ് വീട്ടിൽ അധികവും പാടുന്നത്. പാട്ടുകാരോടാണേലും പാട്ടിനോടാണേലും അദ്ദേഹത്തിന് വലിയ ആരാധനയാണ്. എപ്പോഴും പാട്ടു കേൾക്കണം. യാത്രകളിലും പാട്ടു കേട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യാത്ര. മക്കൾക്കും പാട്ടൊക്കെ വലിയ ഇഷ്ടമാണ്. ഗോകുലിന് പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പാടില്ല. മാധവനും ടേസ്റ്റ് ഉണ്ട്, പക്ഷെ പാടില്ല. പെൺകുട്ടികൾ രണ്ടും പാടും. ഭാഗ്യയും ഭാവനിയും പാടും. ഭാവനി പക്ഷെ പുറത്തൊന്നും പാടില്ല, മൂളുന്നത് കേൾക്കാം. പക്ഷെ ഭാഗ്യയ്ക്ക് വെസ്റ്റേൺ മ്യൂസിക് വലിയ ഇഷ്ടമാണ്. 1-2 പാട്ടുകൾ പാടിയിട്ടുമുണ്ട്. ഞാൻ 5 വയസ്സിലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. സംഗീത കുടുംബം തന്നെ ആയിരുന്നു. അതിന്റെ ഒരു അംശം എന്നിലേക്കും വന്നതാണ്. ദൂരദർശനിലൊക്കെ സജീവമായി തന്നെ ഞാനും എന്റെ ഗ്രൂപ്പുമുണ്ട്. ആത്മവിശ്വാസത്തോടെ രാധിക പറയുന്നു. ജഗന്റെ സിനിമയിൽ ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചു. എനിക്ക് എന്റെ മോനെ പോലെയാണല്ലോ, അപ്പോൾ ഞാനും യെസ് എന്ന് പറഞ്ഞു. രാധിക പുതിയ വൈറൽ വീഡിയോയിൽ പറയുന്നു.